ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് വാല്യൂ ഓഫ് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് ഫംഗ്ഷനിൽ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ലൈഡർ ഉണ്ടാക്കാനാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. സ്ലൈഡർ ഉണ്ടാക്കാൻ സ്ലൈഡറിൽ പോവുക. ഇൻ്റർവെല്ല് പറയുന്നത് -10 to 10 ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻ്റർവെല്ല്. അപ്പോൾ -10 to 10 ചെയ്യാം. ഇൻക്രിമെൻറ്റ് 0.1 കൊടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളോട് കുറച്ച് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൂൾ ബാറിൽ പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഇനി തന്നിരിക്കുന്ന പോയിൻറ്റ്സുകളൊക്കെ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ തരുന്ന പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ A0, A, F of A, 0, F of A, 3 പോയിൻറ്റ്സ് ABC. അത് നമ്മൾ കറസ്പോണ്ടിങ് പോയിൻറ്റ്സൊക്കെ പ്ലോട്ട് ചെയ്യാം. 3 പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ആ 3 പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 0 എന്നുള്ളത് ഓയും O എന്നുള്ളത് 0 ആവാനുള്ള മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 0 ആണ്. നമുക്ക് വേണ്ടത് X ആക്സിസിലെയും Y ആക്സിസിലെയും ഒരു പോയിൻ്റ്, പിന്നെ A, F of A ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇത് 3 ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യിക്കും. ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സീൻ്റെ ലേബൽ അറിയണം. സീൻ്റെ Y കോർഡിനേറ്റ് ആണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ. എക്സിൽ നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് വാല്യൂ, അതായത് ഡൊമൈനും നമുക്ക് കിട്ടുന്ന വാല്യൂ Y ആക്സിസിലുമാണ് വരിക. അപ്പോൾ B എന്നുള്ള പോയിന്റിൽ നമ്മൾ അറിയാം, നമ്മൾ കൊടുത്തത് A, F of A. അപ്പോൾ A എന്നുള്ള വാല്യൂക്ക് ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് F of A. അപ്പം B എന്നുള്ള പോയിന്റ് നോക്കിയാലും നമുക്കറിയാം C എന്നുള്ളതിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കണമെങ്കിൽ Y കോർഡിനേറ്റ് നോക്കിയാൽ മതി. ഇനി നമ്മളിത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൻ്റെ 2 ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് ബോക്സ് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫംഗ്ഷൻ മാറ്റി കൊടുക്കണമെങ്കിൽ ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സ് വേണം. അതേപോലെ നമുക്ക് അതിൻ്റെ വാല്യൂ മാറണമെങ്കിൽ വാല്യൂവിന് ഒരു ഇൻപുട്ട് ബോക്സ് വേണം. അതാണ് ഇൻപുട്ട് ബോക്സ് ഫോർ F ആൻഡ് A എന്ന് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം F ആൻഡ് Aക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ C എന്നുള്ള പോയിൻറ്റിൻ്റെ നെയിം ആൻഡ് വാല്യൂ ഓൺ ചെയ്യുന്നുണ്ട്. അത് ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവിടെ സൈഡിൽ കാണുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് കാണണമെങ്കിൽ അവിടെ ഓൺ ചെയ്യാം. ഇനി നമ്മൾ ആ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫംഗ്ഷൻ √x ലിങ്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്ത √x F ലിങ്ക് ചെയ്യാം. ഇനി അടുത്ത ഇൻപുട്ട് ബോക്സിൽ എന്താണ് വാല്യൂ ആണ് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്. നമ്മൾ വാല്യൂ A ആണ്. അപ്പോൾ വാല്യൂക്ക് നമുക്ക് ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എന്നുള്ളത് A കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വാല്യൂ മാറ്റി കൊടുത്തിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി √3.4 കണ്ടുപിടിക്കുന്നതാണ്. ഫംഗ്ഷൻ സെയിം തന്നെയാണ്, വാല്യൂ 3.4. അപ്പോൾ നമുക്ക് അവിടെ കിട്ടും 1.84. അപ്പോൾ നിങ്ങളുടെ ആൻസറിൽ √3.4 = 1.84 നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ ആൻസർ എഴുതണം. ഓക്കെ, സ്റ്റെപ്സ് എന്താ നിങ്ങൾ ചേഞ്ച് ദ വാല്യൂ ടു 3.4. ഫംഗ്ഷൻ √x തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് sin 7.7 കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഫംഗ്ഷൻ sin x മാറ്റുക. എന്നിട്ട് വാല്യൂ 7.7 ചേഞ്ച് ചെയ്യുക. അങ്ങനെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ C എന്നുള്ള പോയിൻറ്റിൻ്റെ Y കോർഡിനേറ്റ് ആയിരിക്കും നമ്മുടെ sin 7.7, ദാറ്റ് ഈസ് 0.99. അടുത്ത് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ 3/4.4 ആണ്. അപ്പോൾ നമുക്ക് x/4.4 കൊടുക്കാം, അല്ലെങ്കിൽ 3/x കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ x/4.4 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സിൻ്റെ വാല്യൂ അവിടെ എന്ത് കൊടുക്കാൻ മതി, 3 എന്ന് കൊടുക്കാം. നോക്കുക, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 125.7. ഇതാണ് നമുക്ക് x/4.4 കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് അത് വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു എവരിവൺ.